നിങ്ങളുടെ വീട്ടിലെ മാവിൻ്റെ തൈയുടെ തളിരിലകൾ ഇതുപോലെയാണോ ഉണ്ടാവാറുള്ളത്? ഇതുപോലെ നിൽക്കാറുണ്ടോ? എന്നാൽ ഇവിടെ എല്ലാം പെർഫെക്റ്റായിട്ട് നിൽക്കാറുണ്ട് കേട്ടോ. മഴക്കാലമായി മാവ് വളർത്തുന്നവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മാവുകൾ വാങ്ങി നട്ട ഒരുപാട് പേർക്ക് വളരെയധികം ഉപകാരപ്പെടും. ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ കണ്ടോ, ഒരുപാടധികം മാവുകൾ ഇരിക്കുന്നുണ്ട്. ഇതിലെല്ലാത്തിലും കണ്ടോ തളിരിലുണ്ട്, ഒന്നും പറ്റിയിട്ടില്ല. അതിൽ തളിരില നിൽക്കുന്നുണ്ട്. അതിൻ്റെ ചുറ്റും വണ്ടുകളൊക്കെ ഇങ്ങനെ പറക്കുന്നുണ്ട്. എന്നാലും ഒരു കുഴപ്പമില്ല. ചെറുതായിട്ടൊക്കെ വന്ന് വെട്ടാനുള്ള ശ്രമം നടത്തി നോക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് കുറേ അധികം നല്ല രീതിയിൽ ഈ ഇലകളെ സേഫ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, മഴക്കാലമാകുമ്പോഴേക്കും മാവുകളുടെ തളിരിലകളുടെ നീര് ഊറ്റി കുടിക്കുകയും അതുപോലെ തന്നെ ഈ ഇലകളെ വെട്ടിക്കളയാനായിട്ട് ഒരുപാടധികം വണ്ടുകൾ വരും. അതിങ്ങനെ ഒരുപാട് വന്ന് ആക്രമിച്ച് മാവുകളെ നശിപ്പിക്കും. അങ്ങനെ നമുക്ക് ഒരു മാസത്തോളം എടുത്താണ് ഒരു മാവിൻ്റെ ഇലകൾ വളർന്നു വരുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ സംരക്ഷിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഇൻസെക്ടിസൈഡുകൾ ഒരുപാട് തരമുണ്ട്. ഞങ്ങളിവിടെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട 2-3 ഇൻസെക്ടിസൈഡുകൾ പറയാം. ഒന്ന് ടാഫ്കർ എന്നൊരു ഇൻസെക്ടിസൈഡാണ്. ടാഫ്കർ പോലെ തന്നെ ടാറ്റാഫെൻ എന്നൊരു ഇൻസെക്ടിസൈഡും ഉണ്ട്. ഇത് രണ്ടും നല്ലതാണ്. അതുപോലെ നമുക്ക് എക്കാലക്സ് ഉപയോഗിക്കാം. അതുകൂടാതെ തന്നെ നമുക്ക് സൈലോ 5 എന്നീ പറഞ്ഞ ഇൻസെക്ടിസൈഡ് ഉപയോഗിക്കാം. ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിതിനെ 2 ml 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അതായത് 2 ml നമ്മുടെ ഈ ലിക്വിഡ് ഇൻസെക്ടിസൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് അതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ആവശ്യത്തിന് സ്പ്രേ ചെയ്തെടുത്താൽ മതി. ഇത് ഓൾറെഡി ഞാൻ അടിച്ചതാണ്. അതുകൊണ്ടോ ഇങ്ങനെ നമ്മൾ ഇലകൾ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നേരം വെളുത്തു കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് വണ്ടുകൾ എത്രത്തോളം വന്നിട്ടുണ്ട്, ഇത് വെട്ടിയിട്ടുണ്ടോ. ഉപയോഗിക്കുമ്പോൾ ഗ്ലൗസ് മസ്റ്റായിട്ട് ഉപയോഗിക്കണം. അതുകൂടാതെ മാസ്കും ഉപയോഗിക്കുക. നമ്മളിത് ഉപയോഗിച്ച് ശീലമുള്ളത് കൊണ്ടും അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ അറിയുന്നത് കൊണ്ടുമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഗ്ലൗസും മാസ്കും നമ്മൾ മസ്റ്റായിട്ട് ഉപയോഗിക്കണം. ഉപയോഗശേഷം കുട്ടികളുടെ അടുത്തോ ഒന്നും എത്താത്ത രീതിയിൽ സേഫായിട്ട് ബാക്കിയുള്ള ഇൻസെക്ടിസൈഡ് മാറ്റിവെക്കേണ്ടതാണ്. ഇത് ഹൈലി ടോക്സിക്കാണ്. ആ ഒരു കാര്യം മാത്രം നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പല സമയങ്ങളിൽ നമുക്കിതിനകത്ത് സാഫും കൂടെ മിക്സ് ചെയ്തിട്ട് ചിലർ അടിക്കാറുണ്ട്. സാഫ് മിക്സ് ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ ഇലകളിൽ ഇത് പറ്റിപ്പിടിച്ച് കുറച്ച് ദിവസം കൊണ്ട് നിൽക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മളത് ചെയ്യാറില്ല. നമ്മളത് ആവശ്യത്തിന് വന്ന് അടിച്ചു കൊടുക്കാനാണ് പതിവുള്ളത്. കാരണം നമ്മളെ ഒരു കൺവെട്ടത്ത് നമുക്കത് കിട്ടുമല്ലോ, കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിത് അപ്പോഴപ്പോഴായിട്ട് ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുന്ന രീതിയിൽ രാവിലെ സമയങ്ങളിൽ ഇത് അടിച്ചു കൊടുക്കലാണ് പതിവുള്ളത്. രാവിലെയാണ് ഈ പെസ്റ്റിൻ്റെ അറ്റാക്ക് കൂടുതലായിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പേരുകളൊക്കെ ഞാനൊന്ന് കമൻറ്റ് ബോക്സിൽ കൊടുക്കും. എത്ര അളവിലാണിത് സ്പ്രേ ചെയ്യാനുള്ളത് എന്നുള്ള ഡീറ്റെയിൽസും കൊടുക്കും. ഒന്ന് ജസ്റ്റ് ഡീപ്പായിട്ട് വായിച്ച് നോക്കുക. അതിനുശേഷം പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കും. ഇത് കണ്ടോ, നമ്മുടെ പ്ലാന്റെല്ലാം സേഫാണ്. ചെറിയ രീതിയിലൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇലകളൊന്നും മുറിക്കാതെ നമുക്ക് സേഫായിട്ട് കിട്ടി. ഈ എല്ലാ പ്ലാന്റുകളും, ഈ വെച്ചേക്കുന്ന എല്ലാ പ്ലാന്റുകളും തന്നെ ഇപ്പോൾ വളരെ സക്സസ്ഫുള്ളായിട്ട് നമുക്ക് സംരക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ മാവുകളെ നല്ല രീതിയിലൊന്ന് നോക്കി ഈ ഇൻസെക്ടിസൈഡ് അടിച്ചു കൊടുത്ത് ഇലകളെ പ്രൊട്ടക്റ്റ് ചെയ്തെടുത്ത് വളർത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.